ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് യൂണിറ്റ് 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ക്വാഡ്രിലേറ്ററൽസ് തന്നിട്ടുണ്ട്: സ്ക്വയർ, റെക്റ്റാങ്കിൾ, പാരലലോഗ്രാം, ട്രപ്പീസിയം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് വരച്ച് പഠിക്കണം. സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്തിട്ട് അത് വരച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. അതുപോലെ തന്നെ പാരലലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇവിടെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ പാരലൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും. പിന്നെ ട്രപ്പീസിയം, ഇത് നമ്മൾ ഇതുപോലെ തന്നെ വരച്ച് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 4 പഠിക്കണം. നെക്സ്റ്റ് ടീച്ചർ കാണിച്ചിട്ടുള്ളതാണ് ക്യൂബ്. ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. 3 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബ് വരയ്ക്കാൻ പറഞ്ഞാൽ നീളം, വീതി, ഉയരം എല്ലാം ഒരേ സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. നെക്സ്റ്റ് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് ലെങ്ത്ത് തന്നിട്ടുണ്ടാവും, അതുപോലെ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും മെഷർമെൻറ്റ്സ്. അപ്പോൾ അതനുസരിച്ച് വേണം ക്യൂബോയിഡ് വരയ്ക്കാൻ. ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്യൂബോയിഡിൻ്റെ വേറെ പേരാണ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ക്യൂബോയിഡിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് കേട്ടോ. നെക്സ്റ്റ് ആണ് സർക്കിൾ. സർക്കിൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? സർക്കിളിന് ഡയാമീറ്റർ ഉണ്ടായിരിക്കും, റേഡിയസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ റേഡിയസ് ഉപയോഗിച്ച് വേണം സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ അവർ പറയും, ഇപ്പോൾ റേഡിയസ് ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഏത് ഡിവൈസാണ് നമ്മൾ എടുക്കേണ്ടത്? കോമ്പസ് എടുത്ത്, കോമ്പസും സ്കെയിലും എടുത്ത് സ്കെയിലിൽ 5 സെൻറ്റിമീറ്റേഴ്സ് എടുത്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ റേഡിയസ് യൂസ് ചെയ്തിട്ടാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്: ഡയാമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് തന്നിട്ട് ഡയാമീറ്റർ ചോദിക്കുകയാണെങ്കിൽ റേഡിയസിനെ ഡബിൾ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ 10 എന്ന് എഴുതാം, അതായിരിക്കും ഡയാമീറ്റർ. ഇപ്പോൾ റേഡിയസ് 5 ആണെങ്കിൽ 2 × 5, അപ്പോൾ ഡയാമീറ്റർ 10 ആണ്. ഇനി റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഡയാമീറ്ററിൻ്റെ പകുതി എടുക്കുക. 10 എന്നാണെങ്കിൽ 10ൻ്റെ പകുതി 5 എന്ന് എടുക്കുക. ഇനിയിപ്പോൾ ഡയാമീറ്റർ 20 ആണെങ്കിൽ റേഡിയസ് 10 ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങളും നന്നായി പഠിച്ചു വെക്കണം. സോ റേഡിയസ് തന്നിട്ട് ഡയാമീറ്റർ ചോദിക്കുകയാണെങ്കിൽ റേഡിയസിൻ്റെ ഡബിൾ എടുത്താൽ ഡയാമീറ്റർ കിട്ടും. ഇനി ഡയാമീറ്റർ തന്നിട്ട് റേഡിയസ് ചോദിക്കുകയാണെങ്കിൽ ഡയാമീറ്ററിൻ്റെ പകുതി എടുത്താൽ മതി, റേഡിയസിൻ്റെ ഉത്തരം കിട്ടും. എപ്പോഴും നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ റേഡിയസ് ഉപയോഗിച്ച് വേണം സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഡയാമീറ്റർ എടുത്ത് വരയ്ക്കരുത്, റേഡിയസ് എടുത്ത് വേണം സർക്കിൾ വരയ്ക്കാൻ എപ്പോഴും. നെക്സ്റ്റ് നമുക്ക് 4 പാറ്റേൺസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ നോട്ടിൽ വരച്ചിട്ടുണ്ട്. ആ പാറ്റേൺസ് വരച്ച് പഠിക്കണം. ഇത് എന്തായാലും ഒരു പാറ്റേൺ പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലാസ്റ്റ് പേജിലാണുള്ളത്. ടെക്സ്റ്റ് യൂണിറ്റ് 1ൻ്റെ ലാസ്റ്റ് പേജിൽ എല്ലാവരും വരച്ച് നന്നായി പഠിക്കേണ്ടതാണ്.